എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ ഇപ്പം നടക്കുന്ന അന്വേഷണത്തിൽ യാതൊരു തർക്കവുമില്ല, അവിശ്വാസമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. നമ്പർ 1, പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്താണ്? ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. 90 ദിവസം കഴിഞ്ഞു നോർമൽ ബെയിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്, സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഈ കേസിൽ. അത് ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കും. വാദം നമ്പർ 2 ആണ്. അപ്പോൾ അതിന് ഹൈക്കോടതി മറുപടി പറയുന്നു, ഇല്ല, അങ്ങനെ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതുകൊണ്ട് ഈ കേസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന് ഈ ബെഞ്ച് കരുതുന്നില്ല. അതുകൊണ്ട്, കാരണം ഇത് അതിസങ്കീർണമായ കേസാണ്. ഇത് സാധാരണ ലോകമർദ്ദനം അല്ലെങ്കിൽ കൊലപാതകം എന്നിവ അന്വേഷിച്ച് അനായാസം തെളിയിക്കാവുന്നൊരു കേസേ അല്ല ഇത്. അതീവ സങ്കീർണമാണ്. അതിൻ്റെ നാൾവഴികൾ തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്, സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നോർമൽ ബെയിൽ കിട്ടി പോകുന്നതിനോടൊന്നും ഇവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അന്വേഷണത്തിന് 4 ദൂരമുള്ള അന്വേഷണ ട്രാക്ക് റെക്കോർഡ് പൂർണ്ണമായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നിട്ട് ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ DGP, അതായത് കോടതിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, DGPയോട് ചോദിക്കുകയാണ്, ഇവർ CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ, കോടതിക്ക്, ഈ ബെഞ്ചിന് അറിയണമല്ലോ. അപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അവിടെ പറയുന്നു, കാരണം SIT ഞങ്ങൾക്ക് ബ്രീഫ് ചെയ്യുന്നതേ ഇല്ല, ഞങ്ങൾക്ക് റിപ്പോർട്ട് തരുന്നില്ല, ഇതെല്ലാം തരുന്നത് ഇവിടെയാണ്, ദേവസ്വം ബെഞ്ചിലാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ കേസിനെ പറ്റി യാതൊന്നും അറിയില്ല. അവിടെയാണ് അടിവരയിടേണ്ടത്.